ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇതുപോലൊരു സിനിമാറ്റിക് ടെക്സ്റ്റ് ഇൻട്രോ എങ്ങനെ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇനി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്റ്റോക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ടോപ്പിൽ ഒറിജിനൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിരവധി റേഷ്യോസ് ഇവിടെ കാണാം. അതിൽ നമുക്ക് ഏത് റേഷ്യോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. യൂട്യൂബ് വീഡിയോയിലേക്കാണെങ്കിൽ നമുക്ക് 16:9 റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ആ റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമുക്കിവിടെ ടെക്സ്റ്റിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്കാണ് ഇൻട്രോ റെഡിയാക്കുന്നതെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിനിമാറ്റിക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. സിനിമാറ്റിക് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഫോണ്ടിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ നമുക്ക് വേണ്ടിയ ഫോണ്ട് സെലക്ട് ചെയ്യാം. കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇൻ്റർ ബ്ലാക്ക് ടാലിക് ഈ ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഒരു കളറിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്കിവിടെ നിരവധി കളറിൻ്റെ ഓപ്ഷൻ കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റിലൊരു എക്സ്ട്രാ പാർട്ടുണ്ട്. ഈ ഒരു പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതൊരു വാട്ടർ മാർക്കാണ്, നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ആഡ് ചെയ്ത ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ നിന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്ക് മാസ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ റേഡിയൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റിൽ ഇപ്പോൾ ഒരു റൗണ്ട് സർക്കിൾ വന്നിട്ടുണ്ട്. ഈ ഒരു സർക്കിൾ നമുക്കൊന്ന് 2 വിരൽ ഉപയോഗിച്ച് സൂം ഇൻ ചെയ്തിട്ട് ചെറുതാക്കി സൂം ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ ഒരു കീ ഫ്രെയിമിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ വീഡിയോ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് എൻഡ് പാർട്ടിലേക്ക് വന്നതിന് ശേഷം 2 വിരൽ ഉപയോഗിച്ച് നമ്മൾ ഈ സർക്കിളൊന്ന് വലുതാക്കി കൊടുക്കുന്നു. ഇതേപോലെ എല്ലാ ടെക്സ്റ്റും കാണത്തക്ക വിധം നമ്മളൊന്ന് സർക്കിൾ വലുതാക്കി കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് സൂം ചെയ്ത് സ്വല്പം വലുതാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് വലുതാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മോഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ മോഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫേഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് എങ്ങനെ ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ മൈ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക് നമുക്ക് കാണാൻ സാധിക്കും. മ്യൂസിക് ലൈബ്രറി ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക്കെല്ലാം ഇവിടെ കാണാം. അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് മ്യൂസിക് പാടായി. ഇനി നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എങ്ങനെ സിമ്പിളായിട്ടൊരു സിനിമാറ്റിക് ടെക്സ്റ്റ് ഇൻട്രോ തയ്യാറാക്കാമെന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.